ഒരുപക്ഷേ ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം മതമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭൂമിയിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ അഹമ്മദ് നിജാദ് എന്ന് പറഞ്ഞ 2006 അദ്ദേഹം ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹം ഇസ്രായേലിനെ മാപ്പിൽ നിന്ന് ലോക മാപ്പിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യുന്നതും ഈ ഇസ്രായേലീസിനെ മുഴുവൻ കടലിൽ കൊണ്ട് മുക്കിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞ ആളാണ്. ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം 17% നിരീശ്വരവാദികളാണ്. അറബ് നിരീശ്വരവാദികൾ 17% നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിലുള്ളത്. ഇത് ഞാനല്ല, റഹ്മത്തുള്ള പറഞ്ഞ വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇതോടുകൂടി യുദ്ധം തടഞ്ഞില്ലെങ്കിൽ, ഈ ഇറാൻ യുദ്ധം തടഞ്ഞില്ലെങ്കിൽ, ഇത് 8 മാസം മുമ്പാണ് നമ്മുടെ വരാൻ പോകുന്ന യുദ്ധം തടഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം ഇതാണെന്ന് റഹ്മത്തുള്ള പറഞ്ഞ വളരെ ശരിയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനും കിട്ടാവുന്ന ഏറ്റവും നല്ല അടിയാണിത്. പ്രിയമുള്ളവരെ, ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനോട് യാതൊരുവിധ ഉപാധിയുമില്ലാതെ സറണ്ടർ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ലോകത്ത് സൃഷ്ടിക്കുന്നതെന്നും ഭാവിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമെന്നും നമുക്ക് തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ആണ് ലോകം പോകുന്നത്. ഒരുപക്ഷേ ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം മതമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭൂമിയിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ അഹമ്മദ് നിജാദ് എന്ന് പറഞ്ഞ 2006 അദ്ദേഹം ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹം ഇസ്രായേലിനെ മാപ്പിൽ നിന്ന് ലോക മാപ്പിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യുന്നതും ഈ ഇസ്രായേലീസിനെ മുഴുവൻ കടലിൽ കൊണ്ട് മുക്കിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഹമാൻ എന്ന് പറയുന്ന നേതാവ് ഹമാൻ എന്ന് പറയുന്ന ഇറാഖ് ഭരിച്ചിരുന്ന നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ടൈറ്റസ് ഇസ്രായേലീസിനെ മുഴുവൻ കൊന്നു കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നാസർ കൊന്നു കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ കൊന്നു കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അഹമ്മദ് നിജാദ്, അതുപോലെ തന്നെ ഖുമൈനി, ഇവരെല്ലാം ഇസ്രായേലീസിനെ പൂർണ്ണമായി വൈപ്പ് ഓഫ് ചെയ്യും എന്ന് ഉള്ള നിലപാട് എടുത്തിട്ടുള്ള ആളുകളാണ്. എന്നാൽ ചരിത്രത്തിൽ ഇവരുടെ എല്ലാം ഈ നിലപാടുകൾക്ക് അതീതമായി അവസാനം പറഞ്ഞ അഹമ്മദ് നിജാദിനെയും ഖുമൈനിയും വരെ ഇസ്രായേൽ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇത് യഥാർത്ഥത്തിൽ മതപരമായ പ്രശ്നമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ എന്താണെന്ന് ഈ ഉസ്താദ് ഇസ്ലാമിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് റഹ്മത്തുള്ള ഉസ്താദ്, ഇദ്ദേഹത്തിന് ജ്യൂസ് ഉസ്താദ് എന്നും പറയാറുണ്ട്. ഇദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് പിന്നീട് മുമ്പോട്ട് പോകാം. സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതിക്കൊള്ളി. ഇറാന്റെ തകർച്ചയല്ല പ്രശ്നം. ഇറാൻ തകർന്നതോടുകൂടെ അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല. ഇത് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ഇതെന്താ ഡേറ്റ്? 2025 ജൂൺ 22 രാവിലെ 8 മണിക്ക് റഹ്മത്തുള്ള പറഞ്ഞു. ആദ്യം അറബ് സമൂഹത്തിലെ ഇസ്ലാം നഷ്ടപ്പെട്ടു. ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു. നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം 17% നിരീശ്വരവാദികളാണ്. അറബ് നിരീശ്വരവാദികൾ 17% നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിലുള്ളത്. നിലവിലെ കണ്ടതാണ്. ഏതൊരു ഹജ്ജാണോ അള്ളാഹുവിനെ ലബ്ബൈക്ക് എന്ന് ചൊല്ലാനാണോ നീ നാട്ടിൽ പോകുന്നത്, ആ നാട്ടിൽ നിലവിൽ 17% നിരീശ്വരവാദികൾ.
അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിന്റെയും അച്ചുതണ്ട് എന്ന് പറയുന്നത്. അവിടെ നിലവിൽ 17%. നിങ്ങൾ എഴുതിച്ചു ഈ യുദ്ധത്തിൽ അറബികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചു. അതെങ്ങനെയാണ് നീ കങ്ങളി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നടന്നില്ല. ഇദ്ദേഹം ഇത് 2025 ജൂണിലാണ്, ഇപ്പോൾ യുദ്ധം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഇത് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ സമൂലമായ തകർച്ചയാണ് യുദ്ധത്തിലൂടെ ഉണ്ടാകുന്നതെന്നാണ്. അത് യഥാർത്ഥത്തിൽ വളരെ വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇതിനു മുമ്പ് ശ്രമിച്ച പല ഘട്ടങ്ങളിലുണ്ട്. ഒന്ന്, അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. സ്പെയിനിൽ അവർ റീകോൺകിസ്റ്റ എന്ന് പറഞ്ഞ 1200 ഇസ്ലാമിനെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ച് സ്പെയിൻ തിരിച്ചു പിടിച്ചു. പിന്നീട് 1700-കളിലാണ് ഇസ്ലാം പിന്നീട് ഒരു കടന്നുകയറ്റം നടത്താൻ ശ്രമിച്ചത്. അത് ഓസ്ട്രിയയിൽ വെച്ച് യൂറോപ്പിലേക്കുള്ള കടന്നുകയറ്റത്തെ തടഞ്ഞ് അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു. അതിനുശേഷം മൂന്നാമത് പെട്രോൾ ഡോളറിൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം വീണ്ടും ലോകത്തെ കോൺകർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ കോൺകർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഇസ്ലാമവൽക്കരിക്കുക, മറ്റ് മതസമൂഹങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തുക, അവരെ മുഴുവൻ കൊന്നൊടുക്കുക, അവരുടെ സ്ത്രീകളെയും ഒക്കെ ഇപ്പോഴും പിടിച്ചുകൊണ്ടുപോയി ഈ പറയുന്ന സ്ലേവ് ട്രേഡ് നടത്തുക. ഇന്നും ഈ പറയുന്ന സ്ലേവറിസത്തെ അല്ലെങ്കിൽ ഈ അടിമത്തത്തെ ന്യായീകരിക്കേണ്ട ഗതികേടുള്ള ഒരു മതമാണിത്. കാരണം നമ്മളിപ്പോഴും പലപ്പോഴും ഈ ഉസ്താദുമാരൊക്കെ വന്ന് ഈ സ്ലേവറിസത്തെ ഇന്ന് ന്യായീകരിക്കുന്ന ഗതികേട് നമ്മൾ കണ്ടിട്ടുണ്ട്, ക്ലബ് ഹൗസിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറയുമ്പോൾ സ്ത്രീകൾക്ക് അടിക്കാമെന്നും, അതുപോലെ ഇപ്പം തന്നെ കണ്ടില്ലേ ഇറാനിലൊക്കെ 13 വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിക്കാം, അതുപോലെ 9 വയസ്സുള്ള പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിൽ വിവാഹം കഴിക്കാം. ഇത്തരം വരുന്ന ഒരു സംസ്കാരം ഇനി ലോകത്ത് മുഴുവൻ കൊണ്ടു നടക്കാനാണ്, ലോകത്ത് മുഴുവൻ എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഇനി തകരുകയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പെട്രോൾ ഡോളറിൻ്റെ പിൻബലത്തിൽ ലോകം മുഴുവൻ ഇത്തരത്തിലൊരു സംസ്കാരം എത്തിക്കാനുള്ള അവരുടെ ശ്രമം ഇതോടുകൂടി പരാജയപ്പെടുകയാണ്. ഈ യുദ്ധത്തോടുകൂടി അത് അവസാനിക്കുകയാണ്. അതിന് കാരണം ഇസ്ലാമാണ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. ബേസിക്കലി എന്തിന് വേണ്ടിയാണ് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞാൽ, യുദ്ധം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒക്ടോബർ 7, 2023 ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചിട്ടുണ്ട്. ഹമാസിനെ ആരാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്? ഹമാസിനെയും ഹിസ്ബുള്ളയെയും അതുപോലെ ഹൂത്തികളെയും അതുപോലെ തന്നെ ഇറാഖിലെ മിലീഷ്യയും അതുപോലെ തന്നെ സിറിയയിലെ മിലീഷ്യയും എല്ലാം ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? അത് ഈ പറയുന്ന ഇറാൻ്റെ പണം കൊണ്ട് ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുക, അതായത് ഖുറാനികമായി ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുക, മുഹമ്മദിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഇസ്രായേലിനെയും ജൂതരെയും വൈപ്പ് ഓഫ് ചെയ്യുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പണം മുഴുവൻ മുടക്കി ഈ റിംഗ് ഓഫ് ഫയർ, അതായത് ഇസ്രായേലിന് ചുറ്റും സൃഷ്ടിച്ച് ഹമാസിനെ കൊണ്ട് ആക്രമിപ്പിച്ച് ഈ ഇസ്രായേലിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇന്ന് ഇറാനിലേക്ക് ഈ ആക്രമണം എത്തപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പരിണിതഫലം എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ഇസ്ലാമിൻ്റെ തന്നെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. കാരണം ഇതിൻ്റെ ഇസ്ലാമിക ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സംഭവം ഇതിലൂടെ തകർന്നതിന് ശേഷം ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ നിൽക്കുന്നു? 1967 ഇസ്ലാമിലെ രാജ്യങ്ങൾ സംഘടിച്ച്, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളോട് സംഘടിച്ച് അന്ന് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് സംഘടിച്ച് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച രാജ്യങ്ങൾ ഇന്ന് ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായി ഇസ്രായേലിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അവർ കാലം പോയ പോക്ക് 67 മുതൽ ഈ കാലഘട്ടത്തിനിടയിൽ ഈ രാജ്യങ്ങൾക്കായിട്ട് ഇസ്രായേൽ പീസ് അഗ്രിമെൻ്റ് ഒപ്പിട്ടു. ആ പീസ് അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ അവരെല്ലാം ശാന്തമായി. പക്ഷേ ഇതിവിടെ എല്ലാം ഒരു പൊളിറ്റിക്സ് വളരെ കൃത്യമായി ഇസ്ലാമിക ലോകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിനെ ഒരു പ്രധാന ശത്രുവായി ചൂണ്ടിക്കാണിച്ച ആര് അവർക്കെതിരെ സ്റ്റാൻഡ് സ്വീകരിക്കുന്നോ ആ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന അവരുടെ പക്ഷത്ത് ഈ ഇസ്ലാമിക ലോകം പെട്ടെന്ന് അണിനിരക്കും. ആ അണിനിരക്കുന്നു എന്നുള്ള സാധ്യത, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിലെ മുഴുവൻ ആളുകളെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ 67 വാറിൽ നമ്മൾ കണ്ടത്. ആ 67 വാറിൽ പരാജയപ്പെട്ട സുന്നികളെല്ലാം കൂടെ കൂടി അത് ഉപേക്ഷിച്ച് ഇസ്രായേലുമായിട്ട് ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ഇവരെല്ലാം വീണ്ടും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഈ പറയുന്ന ഇറാനെ അനുകൂലിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾ, ഒരു മുസ്ലിം എവിടെയെങ്കിലും കൂടുതൽ മൂത്രമൊഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിയായ ഒരു 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 പാപം, സകല പാപവും പേറുന്ന കഴുതയായി ഇസ്ലാമിനെ ഇവർ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ലോകത്തെ ഇവർ സംഘടിപ്പിക്കുകയും യോജിപ്പിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അതാണ്. ഇറാൻ ഈ ആ ലീഡർഷിപ്പ് കിട്ടാൻ വേണ്ടി, ആ ഇസ്ലാമിൻ്റെ ആ ലീഡർഷിപ്പിലൂടെ ഈ ലോകത്തിൻ്റെ ആധിപത്യം നേടാനാണ് ഇറാൻ ശ്രമിച്ചത്. അത് ഇപ്പം ടർക്കി ശ്രമിക്കുന്നുണ്ട്, പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട്, ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവരെല്ലാം കൊമ്പുകുത്തി അവസാനം പീസ് എഗ്രിമെൻറ്റ് വെച്ച് ഇസ്രായേലുമായി സമാധാനത്തിലായി. അപ്പോൾ ഇറാൻ ഈ സാധ്യതയെ മുൻകണ്ടുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ നേതൃത്വം ഇസ്രായേലിനെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ മുഴുവൻ പരാജയത്തിൻ്റെയും കാരണം എന്ന് വരുത്തി വെച്ചുകൊണ്ട് അവരെ ശത്രുപാളയത്തിൽ നിർത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുമ്പം ഇസ്ലാമിൻ്റെ ലീഡർഷിപ്പ് നേടിയെടുക്കാനും അതിലൂടെ ഇസ്ലാമിക ലോകത്തിൻ്റെ ആധിപത്യവും തുടർന്ന് ലോകത്തിൻ്റെ ആധിപത്യവും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഈ പറഞ്ഞ ഇറാൻ്റെ ശ്രമമാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇറാന് ലോകത്തിൽ 6ാം സ്ഥാനത്താണ് പെട്രോളിയത്തിൻ്റെ കാര്യത്തിൽ. ആ 6ാം സ്ഥാനത്തുള്ള ആ പെട്രോളിയം കൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ വളരാനല്ല, അല്ലെ ആ നാട്ടിലെ ജനങ്ങൾ നന്നായി നടക്കാനല്ല ശ്രമിച്ചത്. അവർ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനും ലോകത്തിൻ്റെ ആധിപത്യം, ഇസ്ലാമിൻ്റെ ആധിപത്യം നേടാനും ശ്രമിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? സാമ്പത്തികമായി അവർ തകർന്നു. അമേരിക്കയുടെ ഉപരോധം വന്നു, പെട്രോൾ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാതെ വന്നു. സ്വാഭാവികമായിട്ടും അവർ കരിഞ്ചന്തയിൽ വിൽക്കേണ്ടി വന്നു. അത് മേടിക്കാൻ ചൈനയുണ്ടായിരുന്നു. ചൈന ആ തരത്തിൽ വളർന്നുകൊണ്ടിരുന്നു. അത് അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഈ ചൈനയുടെ വളർച്ച തടയാൻ അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾ ഒരു വശത്ത് വന്നു. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇറാനെതിരെ തോൽപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റും ഒരേപോലെ സൈമിൾട്ടേനിയസ് ആയിട്ട് വന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഈ യുദ്ധം നടന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ വലിച്ചഴക്കിയാണ് ഇത്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ഇസ്രായേലല്ല ഇറാനെ ആക്രമിച്ചേക്കുന്നത്. അതായത് സിറിയയിൽ ഉള്ള IRGCയുടെ കമാൻഡറെ ഇസ്രായേൽ വധിക്കുകയും അതുപോലെ തന്നെ ഹിസ്ബുള്ള ലീഡറെ ലെബനോനിൽ വെച്ച് വധിക്കുകയും ചെയ്തതിൻ്റെ പരിണതഫലമായിട്ട് ഇറാനാണ് ആദ്യമായി ഇസ്രായേലിനെ ആക്രമിച്ചത്. അതിനുശേഷം പിന്നീട് പല ഘട്ടങ്ങളിലായി ഞങ്ങളുടെ കയ്യിൽ ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുമെന്നും ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണെന്നും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പല പ്രാവശ്യം പറയുകയും ആറ്റമിക് എനർജി വികസിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആറ്റമിക് എനർജി സമാധാനപരമായി ഉപയോഗിക്കാൻ, ഇലക്ട്രിസിറ്റിക്കോ മറ്റ് പവറിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ല അവർ വികസിപ്പിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് 30% 40% യുറേനിയം സമ്പുഷ്ടീകരണം മതി എന്നാണ് വിവരമുള്ള ആളുകൾ പറയുന്നത്. ഇത് 60% സമ്പുഷ്ടീകരിച്ച് യുറേനിയം അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അത് കുറച്ചുകൂടെ സമ്പുഷ്ടീകരിച്ചാൽ 80-ലേക്കൊക്കെ വന്നാൽ 90-ലേക്കൊക്കെ വന്നാൽ അത് ആറ്റം ബോംബ് ആകുമെന്നാണ് അറിയാവുന്നവർ പറയുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആറ്റം ബോംബ് ഉണ്ടാക്കി ഈ ഇസ്രായേൽ പോലൊരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാന്നുള്ള പ്രഖ്യാപിത ലൈൻ മുമ്പോട്ട് വെച്ച് 1979 മുതൽ അവർ ഈ ലൈൻ മുമ്പോട്ട് വയ്ക്കുന്നതാണ്. അമേരിക്ക എന്ന് പറഞ്ഞ വലിയ സാത്താനാണെന്നും ഇസ്രായേൽ ചെറിയ സാത്താനാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടിനെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ഇസ്ലാമിക പെർസ്പെക്റ്റീവിലാണ് ഇത് പറയുന്നത്. അങ്ങനെ ആ നാടിനെ ഉല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാർ ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇസ്ലാമിക ബ്രദർഹുഡ് തന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല. ഞാനിത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയായിരിക്കും. ഇസ്ലാമിക ബ്രദർഹുഡ് ഇനി ലോകത്ത് നിലനിൽക്കില്ല. അതിൻ്റെ കാരണം ഇസ്ലാമിക ബ്രദർഹുഡ് എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു. അവരാരും ഈ ഇസ്ലാമിക ബ്രദർഹുഡോ ലോകത്ത് മുഴുവനുള്ള ഇസ്ലാം ലോകം മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടി യുദ്ധം ചെയ്യാനൊന്നും അവർ പോകുന്നില്ല. അപ്പോൾ സൗദി അറേബ്യ അവരുടെ ഇൻട്രസ്റ്റിലേക്ക്, പല രാജ്യങ്ങളും അവരുടെ പഴയ ട്രഡീഷനിലുള്ള അവരുടെ ട്രഡീഷണലായുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ട്രഡീഷനും അതുപോലെ തന്നെ അവരുടെ സംസ്കാരവും പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേപോലെ ഇസ്ലാമിക ഡ്രസ്സും ഡ്രസ് കോഡും എല്ലാം അവർ കളഞ്ഞു. അവർ ഇപ്പം സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടു വന്ന എനിക്ക് തോന്നുന്നു അൽബേനിയ എന്ന് എനിക്ക് തോന്നുന്നു ഒരു രാജ്യം പൂർണ്ണമായി അവരുടെ, ഞാൻ പറഞ്ഞ രാജ്യത്തിൻ്റെ പേര് മാറിപ്പോയി ശ്രമിക്കണം, ആ ഒരു രാജ്യം പൂർണ്ണമായി ഇസ്ലാമികമായുള്ള എല്ലാ സയൻസും അവരവരുടെ രാജ്യത്ത് നിന്ന് എടുത്തു കളഞ്ഞു. അവിടെ ഭൂരിപക്ഷം മുസ്ലിംസ് ഉള്ള രാജ്യമാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടെ, ഇപ്പോൾ ടർക്കി വലിയ വാചടിക്കുന്നല്ലാതെ ഒരു സ്ഥലത്തും അവർ പോയി ഇടപെടുന്നില്ല. കാരണം അവിടെ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ പ്രതിസന്ധി പോയി വീഴാൻ തയ്യാറാകുന്നില്ല. അവർ ചെറിയ വാചടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സിറിയ ഇന്ന് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഇസ്ലാമികത്തെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സാധനം തകർന്നു. അതുപോലെ തന്നെ അവരുടെ ആ താല്പര്യങ്ങളിലേക്ക്, അതായത് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് ഒതുങ്ങി, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് ഒതുങ്ങി. ഇനി ഞാൻ പറഞ്ഞു ഈ യുദ്ധം അവസാനിക്കുമ്പം ജെറുസലേം ടെമ്പിൾ പണിയാനുള്ള വഴി ഒരുങ്ങും എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെ പൂർണ്ണമായി തീർന്നു. അപ്പോൾ ജെറുസലേം ടെമ്പിൾ പണിയുന്നതോടുകൂടി
ഈ പറഞ്ഞ ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രസക്തി തന്നെ ലോകത്തിന് അവസാനിച്ചു. കാരണം അവിടെ അവരുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പള്ളിയോ മറ്റാണ് ജെറുസലേം ടെമ്പിൾ. മുഹമ്മദ് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. ജെറുസലേം ടെമ്പിൾ പണിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പം തന്നെ അവിടെ ജെറുസലേമിൽ കയറി യഹൂദർ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് അവർക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ ജെറുസലേം ടെമ്പിളിൽ കയറാൻ പാടില്ലായിരുന്നു. അവിടെ യഹൂദനെ പ്രൊഹിബിറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പം തന്നെ യഹൂദൻ്റെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ യുദ്ധസമയത്ത് അവിടെ കയറുകയും പ്രാർത്ഥിക്കാനും തുടങ്ങി. ജെറുസലേം ടെമ്പിൾ പണിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ സ്ഥിതിയിലേക്ക് അത് പോകുന്നു. അതോടെ തന്നെ ഇപ്പോൾ ഒരു കുർദിഷ് സ്റ്റേറ്റിനും കൂടെ ഉള്ള ഈ യുദ്ധം കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ സംഭവിക്കുന്നത് കുർദിഷുകൾക്ക് കാലങ്ങളായി അവർ മുമ്പോട്ട് വയ്ക്കുന്നതാണ് അവരുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം പെട്രോൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം കുർദിസ്ഥാൻ ഏരിയയിലാണ്. അത് കുർദിസ്ഥാനികൾ കൂടുതൽ താമസിക്കുന്നത് 1 ഇറാന്, 2 ടർക്കി, 3 ഇറാഖ്, 4 സിറിയ. ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് കുർദിഷുകൾ താമസിക്കുന്നത്. കുർദിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു സംസ്കാരവും ചരിത്രവും ഒക്കെ ഉണ്ട്. അവർ ഈ പറയുന്ന മുസ്ലിംസ് ആണെങ്കിലും അവരുടെ ഭാഷയും സംസ്കാരവും കൈവിടാത്തവരാണ്. അവർ പ്രാർത്ഥിക്കുന്നത് അറബിയിലല്ല കൂടുതലും. അവർ പ്രാർത്ഥിക്കുന്നത് കുർദിസ്ഥാൻ ഭാഷയിലാണ്. അപ്പോൾ അവരും ഈ പറയുന്ന ഇവരുമൊക്കെ ആയിട്ട് ഇറാനും ഒക്കെ ആയിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇറാഖ് ഈ പറഞ്ഞ ടർക്കിയായിട്ട് ഫൈറ്റുണ്ട്. അവിടെ എല്ലാം മിലീഷ്യകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഒരുപാട് നീണ്ടാൽ ഈ മിലീഷ്യകളെ ഈ പറഞ്ഞ അമേരിക്ക അവരെ കൂടുതൽ ആംസ് കൊടുത്ത് അവരെ ശക്തരാക്കി ഗ്രൗണ്ടിൽ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇസ്രായേൽ നേരത്തെ തന്നെ ഈ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുർദിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപപ്പെടും. ഈ രാജ്യങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം ചെന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഇനി 10 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഇപ്പം തന്നെ നിലവിൽ കൺവെർട്ട് ചെയ്ത ആളുകൾ നിലവിൽ ഇറാനിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഡീ ഇസ്ലാമൈസേഷന് കൂടി ഒരു കാരണമാകും. ഈ യുദ്ധം അവസാനിക്കുമ്പം ഈ ഭരണകൂടം താഴെ പോവുകയും ചെയ്താൽ ഒരു ഡീ ഇസ്ലാമൈസേഷൻ ഉണ്ടാകും. ഒരു ക്രിസ്ത്യൻ റിവൈവൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ ആ മതങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പേർഷ്യൻ കൾച്ചറിലേക്കായിരിക്കും അവർ തിരിച്ചു പോകുന്നത്. സൈറസ് എന്ന് പറയുന്ന കിങ്ങിൻ്റെ ട്രഡീഷനിലേക്കാണ് അവർ തിരിച്ചു. അവർ സൈറസ് എന്ന കിങ് BC 583 ഈ ബാബിലോണിയെ ഭരിച്ചിരുന്നതാണ്. അതായത് ഈ ജൂതനെ ആദ്യത്തെ ടെമ്പിൾ തകർത്ത് ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് പോയ ബൈബിളിൽ പറയുന്ന ആ അടിമത്തത്തിൽ നിന്ന് മോചിച്ച് രണ്ടാമത്തെ സെക്കൻഡ് ടെമ്പിൾ പണിയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും പണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആളാണ് ഈ പേർഷ്യൻ കിങ് ആയിട്ടുള്ള സൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരർത്ഥത്തിൽ ആളുകൾ പറയുന്നത് സൈറസ് അന്ന് ജൂതനെ സഹായിച്ചു. ഇന്ന് ജൂതൻ അവിടുത്തെ ആളുകളെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ട്രഡീഷനിലേക്ക് അവർ പോകുമ്പം ഇസ്ലാം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രസക്തി തന്നെ ലോകത്ത് അപ്രസക്തമാവുകയാണ്. തങ്ങളുടെ കിട്ടിയ പണം കൊണ്ട് സമാധാനപരമായി ജീവിക്കാനല്ലാതെ ലോകത്തെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനും അവരുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാനും അതുപോലെ തന്നെ അവരെ കൊന്നൊടുക്കാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് ഇതോടുകൂടി അവസാനം ഉണ്ടാകും. ഇപ്പോൾ ക്രിസ്ത്യൻ വേൾഡിൽ ഈ പറഞ്ഞ പ്രോട്ടസ്റ്റൻറ്റ് കാത്തലിക്സ് വാറിനൊക്കെ ശേഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേൾഡിൽ നടന്ന ഇതര യുദ്ധങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ വേൾഡിൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെയായിത്തീർന്നോ അതുപോലെ തന്നെ ഇസ്ലാമിനും ആയിത്തീർന്നേ മതി. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ മതം എന്ന് പറയുന്നത് ഒരാളുടെ സബ്ജക്റ്റീവായ വിഷയമായി മാറുകയും ആ സബ്ജക്റ്റീവായ വിഷയത്തിൽ അവന് സ്വാതന്ത്ര്യം കണ്ടെത്താൻ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവന് സ്വാതന്ത്ര്യം കണ്ടെത്താൻ മതം ഉപകരിക്കുന്നെങ്കിൽ അത് അവന് ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സംഘടിതമായ ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള മതങ്ങളുടെ ഏത് ശ്രമത്തെയും സമൂഹം ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇറാനിലെ വാറിനെതിരെ ഇത്രയും വലിയ ജനകീയമായ പ്രതിരോധം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ പറയുന്ന കാളകൂട വിഷത്തെ യഥാർത്ഥത്തിൽ ഈ തടഞ്ഞ് നിർത്തുക മാത്രമല്ല ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തെയും ഇതോടുകൂടി അവസാനിക്കും. ഇത് ഞാനല്ല, റഹ്മത്തുള്ള പറഞ്ഞ വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടത്. ഇതോടുകൂടി യുദ്ധം തടഞ്ഞില്ലെങ്കിൽ, ഈ ഇറാൻ യുദ്ധം തടഞ്ഞില്ലെങ്കിൽ, ഇത് 8 മാസം മുമ്പാണ് നമ്മുടെ വരാൻ പോകുന്ന യുദ്ധം തടഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം ഇതാണെന്ന് റഹ്മത്തുള്ള പറഞ്ഞ വളരെ ശരിയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനും കിട്ടാവുന്ന ഏറ്റവും നല്ല അടിയാണിത്. നാളെ ഒരു ഇസ്ലാം വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതം കൊണ്ടുനടക്കുന്ന തലത്തിലേക്ക് മാറാതെ സംഘടിതമായൊരു സമൂഹത്തെ കൊള്ള ചെയ്തും പിടിച്ചു പറിച്ചും അവൻ്റെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും അതുപോലെ തന്നെ അവരുടെ സ്ത്രീകളെ ഏതെങ്കിലും അടിമച്ചന്തയിൽ വിറ്റും ഒക്കെ അല്ലെങ്കിൽ 3, 4, 5 ആർക്ക് വേണ്ടി പരസ്പരം മാറി വിറ്റും. ഇപ്പം നമ്മൾ ഇറാഖിലൊക്കെ കണ്ടതാണ്. അവിടുത്തെ യസീദികളുടെ പെണ്ണുങ്ങളെ എങ്ങനെയാണ് ഈ
ഒരാൾക്ക് വിറ്റിട്ട് പിന്നെ അത് വേറൊരാൾക്ക് വിൽക്കുന്നു, അതെല്ലാം ശരിയാ കോടതിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും വേറൊരാൾക്ക് വിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പുസ്തകത്തിൽ എസീതി എന്നൊരു എസീതി ആയിട്ടുള്ള ഒരു പെൺകുട്ടി എഴുതിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതൊക്കെ അവർ വിശദമായി അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും ഇനിയുള്ള കാലം നടക്കില്ല എന്നുള്ള കാലം മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അത് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുനടക്കാം, മറിച്ച് അതിനെ സംഘടിതമായി സമൂഹത്തെ കോൺകർ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ആ ലക്ഷ്യം ഇനി നടക്കില്ല എന്നുള്ളതാണ് യുദ്ധത്തിലൂടെ തെളിയുന്നത്. നന്ദി, നമസ്കാരം. ടോം ജോസ് നെയ്മ്പാട്.